യൂട്യൂബ് ചാനൽ ആര്യാസ് വേൾഡ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ഞാൻ സത്യം പറഞ്ഞ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അപ്പൊ എന്നോട് കുറച്ചുപേര് നേരിട്ട് കാണും കേട്ടോ, യൂട്യൂബിൽ കമന്റ് ഇടാനായിട്ട് വേണ്ടിയിട്ടുള്ള ആളുകളൊന്നും എനിക്ക് ആയിട്ടില്ല. അപ്പൊ നേരിട്ട് കാണുമ്പോഴും പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പൊ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ചേച്ചി, വീഡിയോ നിർത്തിയോ യൂട്യൂബ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാഴ്ചയായിട്ട് തമ്പുരുമോൾക്ക് ക്ലാസ് ഇല്ല, അവർക്ക് എക്സാം ഉള്ള ദിവസം മാത്രം സ്കൂളിൽ പോയാൽ മതി. പിന്നെ ദേവന് ഒരാഴ്ചയൊക്കെ ആയിട്ട് പനിയായിരുന്നു. അപ്പൊ അവനും ഇവിടെ ഉണ്ടായിരുന്നു. രണ്ടാളും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് രണ്ടുപേരുള്ള സമയത്തൊന്നും നമുക്ക് ഫോൺ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം ഞാൻ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓടി വരികയും പിന്നെ അതിന്റെ ഇടയിൽ വർത്താനം പറയും, പിന്നെ സൗണ്ട് അതിന്റെ ഇടയിൽ ഒരു പ്രശ്നമില്ലേ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം ഒന്നാമത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനിടയ്ക്ക് ഒരു ദിവസം ആറ്റുകാൽ പങ്കാലയുടെ ആ ടൈമിൽ അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഞാനും പോകാനായിട്ട് ഇരുന്നായിരുന്നു, പക്ഷെ എനിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ചേച്ചി അപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കൂട്ടായിട്ട്. പിന്നെ ചേച്ചി ഇപ്പൊ പ്രഗ്നന്റ് ആണ്, അടുത്ത മാസം ഡെലിവറിയാണ് ചേച്ചിയുടെ. ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വൈഫ്. അപ്പത്തേക്ക് ചേച്ചിയും കുഞ്ഞും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പത്തേക്ക് ഇവര് മൂന്നുപേരും കൂടെ ആകുമ്പത്തേക്ക് പിന്നെ പറയണ്ടല്ലോ, പിന്നെ ഒട്ടും സമയം കിട്ടില്ല. അപ്പൊ ഞാൻ ചേച്ചിയോട് ആയാലും പറയുന്നുണ്ടായിരുന്നു, ചേച്ചി വീഡിയോ എടുത്തില്ല. ചേച്ചി വന്നപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ സന്തോഷിച്ച്, വീഡിയോ ഒക്കെ എടുത്തു തരാനായിട്ട് ഒരാളായല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ചേച്ചി അതിന്റെ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിൽക്കാനൊക്കെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ മടിയായിട്ട് ചേട്ടൻ വന്ന് വേഗം കൊണ്ടുപോയി ചേച്ചിനെ. ഇനിയിപ്പോഴത്തേക്ക് കുഞ്ഞാവയൊക്കെ ആയിട്ട് കുറച്ച് നാൾ കഴിയായിരിക്കും വരെ. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത് കുഞ്ഞാവേനെ കാണാനൊക്കെ. ഓക്കെ. അപ്പൊ ഞാൻ ഇടാത്തതിന്റെ റീസൺസ് ഒക്കെ ഇതാണ്. നിങ്ങൾ വിചാരിക്കില്ല ഞാൻ എവിടെ പോയി എന്നൊക്കെ വിചാരിക്കില്ല. അതുകൊണ്ടാകട്ടെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് അറിയിക്കട്ടെ. അതുകൊണ്ട് പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. എന്റെ ഈ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഇനി ഡെയിലി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും കഴിഞ്ഞ ഈ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. ഇനിയിപ്പം മുന്നായിട്ട് എല്ലാ ദിവസവും ഇടുന്നതായിരിക്കും. തമ്പുരുവിന് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം എക്സാം ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ മോളോട് പറഞ്ഞു, മോളെ അമ്മ ഇതുപോലെ വീഡിയോ ഒന്നും എടുത്തില്ല, കുറെ ദിവസമായി വീഡിയോസ് ഒക്കെ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവള് പറഞ്ഞു, അമ്മയെ ഞാൻ ശല്യമൊന്നും ഉണ്ടാക്കിയില്ല, ഞാൻ അടങ്ങി വന്നിരുന്നോളാം, അമ്മ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും നേരം കളിക്കായിരുന്നു, ഫോണൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ തരില്ല. പിന്നെ കാർട്ടൂണ് ഫുൾ ടൈം കാർട്ടൂൺ കാണക്കുവാണെന്നത് പറയണോന്നാണ് പറയുന്നത്. സാധാരണ പിള്ളേർ പറയുന്നത് പറയരുതെന്നാ പറയാം. ഇവിടെ ഫുള്ളിരുന്ന് മൊബൈലിനകത്ത് ഇരുന്ന് കാർട്ടൂൺ കാണും. ഇടയ്ക്ക് ഞാൻ ഇവിടെ ഫോൺ താത്തു വെക്കുമ്പോഴേ എടുത്തുകൊണ്ട് പോയി കാർട്ടൂൺ കാണും. ടീച്ചർമാരൊക്കെ കാണുവാണെങ്കിൽ ഇതിപ്പോ കണ്ടിട്ട് സ്കൂളിൽ വരുമ്പോ ചോദിക്കും കേട്ടോ. ടീച്ചർ ബിന്ദു മിസ് കാണുകയാണെങ്കിൽ വരുമ്പോ ചോദിക്കണം കേട്ടോ. ചോദിക്കും കേട്ടോ. ഞാൻ ഇതൊക്കെ പറയുമ്പോ ടീച്ചർ ചോദിക്കുവേ. ഓക്കെ. വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്റെ മൊബൈൽ ഫോണിലാണ്. അതിൽ തന്നെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഓരോ ആംഗിളിൽ കൊണ്ടുവച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് വീഡിയോ എടുത്തു തരാനായിട്ട് ആരില്ല. പിന്നെ ഇവള് ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചെറിയൊരു ക്ലിപ്പൊക്കെ ആണെങ്കിൽ എടുത്തു തരും. പക്ഷെ ഇത് കുഞ്ഞിന്റെ കൈ ഇരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ആരും അങ്ങനെ എടുത്തു തരാനില്ല. ഏട്ടനാണെങ്കിലും എടുത്തൊന്നും തരാറില്ല. പിന്നെ പുറത്തൊക്കെ പോകുന്ന വീഡിയോസ് സത്യം പറഞ്ഞാൽ ഒരുപാട് വട്ടം പുറത്തു പോയി. അപ്പത്തേക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിയതാ. പക്ഷെ ഞാനല്ലേ ഉള്ളൂ ഇങ്ങനെ എടുക്കാനാ. പിന്നെ പിള്ളേരെ വെച്ചിട്ടൊക്കെ പാടല്ലേ. ഫോണിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു വീഡിയോ എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പാടുള്ള കാര്യമാണ്. ചിലരുടെ വിചാരം നമ്മൾ പെട്ടെന്ന് എടുത്ത് ഒരു വലിയ പണിയൊന്നുമില്ല, ചുമ്മാ എടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാത്രേ ഉള്ളൂ. പക്ഷെ എന്നും എന്നെക്കായി ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞു തരാൻ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളത് ഷൂട്ട് ചെയ്ത് പിന്നെ അത് എഡിറ്റ് ചെയ്ത് അതിന് വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് പിന്നെ അത് എന്റെ ഇതിനകത്താണെങ്കിൽ നെറ്റ് കുറവാണെങ്കിൽ അതൊക്കെ ലോഡായി വരാനായിട്ട് തന്നെ പാടായിരിക്കും. പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ്, ഭയങ്കര താമസമൊക്കെ ആയിരിക്കും. പിന്നെ ഈ ഫോൺ അതുവരെ ഞാൻ എവിടെയും തൊടാതെ കൊണ്ടുവച്ചിരിക്കണം. അല്ലെങ്കിൽ പിള്ളേരെടുത്ത് ബാക്ക് അടിച്ച് വല്ലതും കളഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. കുറെ നേരം നമ്മൾ ഈ ഫോണിനകത്ത് തന്നെ കുത്തിയിരുന്ന് വർക്ക് ചെയ്താലേ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. കൂടുതലും അത് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഫോണിനകത്ത് ഇരുന്ന് എന്താ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവുന്നത് അവർക്ക് അറിയത്തില്ലായിരിക്കും. ചിലപ്പം ഇക്കാലത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും, കൂടുതലും പ്രായമായവർക്കും അങ്ങനെയുള്ളവർക്കൊന്നും അറിയില്ലായിരിക്കും. നമ്മൾ ഫോണിനകത്ത് തന്നെ ഇങ്ങനെ എപ്പോഴും നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറെ സമയം ഫോണിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറും, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പൊ യൂട്യൂബ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. കാരണം നമ്മൾ ഫുള്ള് ഇരുന്ന് വീഡിയോ കാണുന്ന അല്ലെങ്കിൽ
മെയിൽ കാണുന്നു, വാട്സപ്പിൽ കയറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലായിരിക്കും. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യാൻ തന്നെയാണെങ്കിൽ ഞാൻ ഈ പറയില്ലേ സമയം കാണും, എന്നിട്ട് കുറച്ചു നേരം എഡിറ്റ് ചെയ്തിട്ട് അത് ഡ്രാഫ്റ്റ് ഇട്ടിട്ട് വേണം പിന്നെയും പോയി വേറെ വല്ല പണിയും ചെയ്യും, പിന്നെയും വരും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ എനിക്ക് വലിയ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് രാവിലെ ഷൂട്ട് ചെയ്ത് വീടിനെ ഉച്ച കഴിഞ്ഞിട്ട് ഞാനത് എഡിറ്റ് ചെയ്ത് വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ തുടങ്ങിയ ആ ഒരു സമയത്തെല്ലാം ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നല്ല വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ ഒരാഴ്ചയായിട്ട് ഇടാത്തത് കൊണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും മുന്നോട്ട് ഇനിയും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ടാറ്റ, ബൈ ബൈ.